പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ. അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ് മതി, വളരെ കൂടുതലായി. ഹേയ് എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ് വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. അല്ല എന്തായി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ് തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്, അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാനിപ്പിച്ചോളാം കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോട്ടെ. അല്ല ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ഓട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ശരി, നിങ്ങൾ ഓട്ടോ അത് പോയി. ശരി. അത് ശരിയല്ല. അത് ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നത് വിളിച്ചോ. അല്ല. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. മതി, ഞാൻ ഓടിക്കുന്നില്ല. പറയുന്ന മനസ്സിലാക്കി. അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ട് കയറ്, കയറ് കയറ്. അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. കാലി കാലി കാലി. അവിടെ ഇരിക്കും കേട്ടോ. മുതിർന്നവർ പറയുമ്പോ മനസ്സിലാക്കണം. അങ്ങനെ സൂയിക്കണം. ഇത് എന്തൊരു സങ്കടമാണ് ഭഗവാന്. പറഞ്ഞാലും അയ്യോ വൈപ്പർ വൈപ്പർ വഴി മഴ പെയ്താ പിന്നെ അപ്പയിടണ്ടല്ലോ. പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണെന്ന്. എവിടെ? എന്തോ ചെയ്യ ഭഗവാൻ. ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യേണ്ട? ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോരെ. ഞാനതല്ല പറഞ്ഞത്. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ ഇങ്ങോട്ട് പോരെ. മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? വീട് ഇവിടെ ഇങ്ങോട്ടാ. വഴി പഠിപ്പിക്കില്ലേ? എനിക്കറിയാം, എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടേ. അതെ, അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ എങ്ങനെ ഓടിച്ചു. ഞാൻ വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ദൂരെ നിന്നൊരു വണ്ടി വന്ന ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി ഓടിക്കണം. പേടിപ്പിക്ക. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. വരൂല വരൂല. വേണ്ട വേണ്ട. വായ കേട്ട് കീറുന്നോ? എന്തൊരു സങ്കടം. ഇവിടെ വാ, ഇങ്ങോട്ട് തള്ളണോ? അല്ല അല്ല അല്ല. അയ്യോ ഇതാ പോണം, ഇതാ പോണം.
ഏ മോളെ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഏ? ഏ? ഈ കണ്ട പൂച്ച അവിടെ അറിവും അവിടെ കേട്ടോ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? ഏ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ആഹാ. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ആ, ഹാൻഡ് ഇങ്ങനെ പിടിക്കണം, കണ്ട ഹിപ്പ്, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എന്ത്? വാ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിച്ച അടുക്കള പണി വെറുതെ ആയോ? അമ്മേ, വെറുതെ മനുഷ്യൻ. ഈ കപ്പ- അവിടെ ഇരിക്ക്. അമ്മേ, അണേ. ഗുഡ് മോർണിംഗ് മദർ. കാപ്പി. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10, 10:30, 11 മണിയായി. 11. ഒരു 11:30, 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് പൂച്ച ഓ, എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മ, അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ. വേണ്ട വേണ്ട വേണ്ട, നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, വേണ്ട, നിന്റെ സത്യം ഒന്നും എനിക്ക് കേൾക്കുകയേ വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഉം. ഞാൻ ഉം. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അല്ല, പൊയ്ക്കോ അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കണ്ടാ കണ്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നോക്കിയേ അമ്മ, ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ശരിക്കും നോക്കിയേ. പോടാ അവിടുന്ന്, പോയി കുളിച്ച് റെഡിയാക്. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്താനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്. അമ്മേ, അല്ല വേണ്ട.